الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യജീവിതത്തിൽ അനുവർത്തിക്കാൻ ആവശ്യപ്പെട്ട നിരവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടാൻ പഠിപ്പിച്ചു തന്ന കുറേ കാര്യങ്ങളുമുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടിയ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂ, ചീത്ത അയൽവാസികളിൽ നിന്ന്, മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ സൗജിൻ തുശയ്യിബുനി ഖബിലൽ മശീബ്, നരയെത്തുന്നതിന് മുമ്പ് എന്നെ നരപ്പിച്ച ഭാര്യമാരുടെ, മോശപ്പെട്ട ഭാര്യമാരിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മൂന്നാമത്തെ കാര്യം വമിൻ വലദിൻ യകൂന അലയ്യ റബ്ബ, എന്റെ മേൽ യജമാനത്വം കാണിക്കുന്ന, മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള മക്കളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ മാലിൻ യകൂനു അലയ്യ അദാബ, എനിക്ക് ശിക്ഷയായി മാറുന്ന സമ്പത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഖലീലിൻ മാക്കിരിൻ, കുതന്ത്രക്കാരനായ കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ആ കൂട്ടുകാരന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ കൂട്ടുകാരന് ചില സവിശേഷതകളുണ്ട്. അതെന്താണ്? വഐനുഹു തറാനി, അവൻ എപ്പോഴും എൻ്റെ ന്യൂനതകൾ നോക്കിക്കൊണ്ടിരിക്കും. വഖൽബുഹു യർആനി, അവൻ എപ്പോഴും എൻ്റെ കുറവുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വഇൻ റആ ഹസനതൻ ദഫനഹ, എന്നിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടാൽ അതൊക്കെ അവൻ മറച്ചു വെക്കും. വഇദാ റആ സയ്യിഅതൻ, എന്നിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ അദാഅഹ, അതവൻ പ്രചരിപ്പിക്കും. അങ്ങനത്തെ കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇതിലൊന്നാമത് പറഞ്ഞ കാര്യം, അല്ലാഹുവേ മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ വിഷയം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് അയൽവാസികളെന്നും അയൽവാസികളോടുള്ള ബാധ്യതകൾ എന്താണെന്നും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, ഞാനൊരു മോശപ്പെട്ട അയൽവാസിയായി എന്റെ അയൽവാസി എന്നെപ്പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകുമോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളെക്കുറിച്ച് പറയുന്നിടത്ത് ഒന്നാമത് പഠിപ്പിക്കുന്നത്, ആരാണ് അയൽവാസികൾ? ഹുവ ഇദാ ലാസഖക ഫിസ്സകൻ, നിന്നോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവരാണ് നിന്റെ അയൽവാസികൾ. നിന്റെ വീടിനോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവരാണ് നിന്റെ അയൽവാസികൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, മൻ സമിഅ നിദാഹ ഫഹുവ ജാറുൻ, നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാ വിളി കേൾക്കുന്നവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ അയൽവാസികളാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ല മഅക സ്വലാത്ത സുബ്ഹി ഫിൽ മസ്ജിദ് ഫഹുവ ജാറുൻ, നീ സുബഹിക്ക് പള്ളിയിൽ പോകുന്ന പള്ളിയിൽ നിന്റെ കൂടെ സുബഹി നിസ്കരിക്കുന്നവരാരൊക്കെയുണ്ടോ അവരൊക്കെ നിന്റെ അയൽവാസികളാണ്. വീണ്ടും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹദ്ദുൽ ജിവാരി 40 ദാറൻ മിൻ കുല്ലി ജാനിബിൻ, 4 ദിക്കിൽ നിന്നും 40 വീടുകൾ, അത് നിന്റെ അയൽവാസികളാണ്. ഇങ്ങനെയെല്ലാം ഇവരൊക്കെയാണ് അയൽവാസികളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇവരോടുള്ള ബാധ്യതകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു, അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണം, അവരോട് നമ്മൾ സലാം പറയണം, അവരെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം, അവരുടെ അവസ്ഥകൾ നമ്മൾ അന്വേഷിക്കണം, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അവരെ സഹായിക്കണം, അവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അസലഹു. സഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ അസലഹു, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അസലഹു എന്നാണ് പറഞ്ഞത്. അതെന്താണ് അസലഹു എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, യുവഫിഖ് ലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ അജലിഹി അത്താ യർളാ അൻഹു ജീറാനഹു, മരിക്കുന്നതിന് മുമ്പ് അയൽവാസിക്ക് തൃപ്തിയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കും. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ അയൽവാസിക്ക് സംതൃപ്തകരമായ, എന്റെ അയൽവാസിക്ക് ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീക്ക് നൽകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീക്ക്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരിക്കലും നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അയൽവാസികളും ചുറ്റിലുമുള്ളവർ നമ്മളെപ്പറ്റി സംതൃപ്തരാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൻ മിനല്ലദീന യുഹിബ്ബുഹുമുല്ലാഹു അല്ലദീന മിൻഹും, നീ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടണം. നീ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടണം. ആരാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർ? റജുലുൻ കാന ലഹു ജാറുൻ സൂഇൻ, ഒരു മോശപ്പെട്ട അയൽവാസി അയാൾക്കുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഅ്ദിഹി, ആ അയൽവാസി നിരന്തരമായി അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഫസബറ അലാ അദാ, അയൽവാസിയുടെ ഉപദ്രവത്തിൽ അയാൾ ക്ഷമിക്കുന്നു. അതാ യക്ഫി അല്ലാഹ്, അയാൾ മരിക്കുന്നത് വരെ ക്ഷമിക്കുന്നു. അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. അയൽവാസികളിൽ നിന്ന് ഉപദ്രവം വരുമ്പോൾ അവിടെ ക്ഷമിക്കാൻ, അവിടെ സഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മാത്രമല്ല, ഇനി അയൽവാസികൾ ഉപദ്രവിച്ചാൽ അതിന്റെ ശിക്ഷ അത് കടുത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനിസ്സിന, വ്യഭിചാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അയൽവാസിയെ വ്യഭിചരിച്ചാൽ അതിന്റെ കുറ്റം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹറാമുൻ ഹറമഹുല്ലാഹ് വറസൂലുഹു, അത് അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയ കാര്യമാണ്, നിഷിദ്ധമാക്കിയ കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിഅൻ യസ്നിയ അർറജുലു ബിഅശറതി നിസ്വത്തിൻ ഐസറ അലൈഹി മിൻ അൻ യസ്നിയ ബിഇംറഅതി ജാരിഹി, ഒരു അയൽവാസിയായ പെണ്ണിനെ വ്യഭിചരിക്കുന്നത് 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മോഷണത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു,
അയൽവാസികളെ മോഷണം നടത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 10 വീടുകൾ മോഷണം നടത്തുന്നതിന്റെ കുറ്റമാണ് അവൻ അനുഭവിക്കേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അയൽവാസികൾ ഉപദ്രവിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളോടുള്ള സമീപനം പറയുന്നിടത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമുണ്ട്. ലൈസൽ മുഅ്മിൻ അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, മുഅ്മിനല്ല എന്ന് പഠിപ്പിച്ച എന്നൊരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നവരാണ്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകേണ്ടത്. സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സജീവമാണ്. നമ്മുടെ പ്രൊഫൈലുകളിൽ പാവപ്പെട്ടവരുടെ കണക്കുകളും പ്രയാസങ്ങളും വേദനകളും നമ്മൾ പങ്കുവെക്കാറുണ്ട്, നമ്മൾ പണം സമാഹരിക്കാറുണ്ട്. പക്ഷേ അയൽപ്പക്ക വീടുകളിൽ പട്ടിണി കിടക്കുന്നവന്റെ വേദന നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ സന്ദർശിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ, ഫലാ യുഅ്ദി ജാറ, അവൻ അയൽവാസിയെ ഉപദ്രവിക്കരുത്. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളിൽ ഒരിക്കലും അയൽവാസികൾ ഉപദ്രവിക്കുന്ന സമീപനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ, ഫല്യുക്രിം വൈഫ ഫല്യുക്രിം ജാറ, അവൻ അയൽവാസിയെ ആദരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അയൽവാസികൾ ആദരിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന മതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഉപദ്രവിച്ചാൽ നമ്മളിൽ നിന്ന് അയൽവാസികൾ സുരക്ഷിതരാകാത്തിടത്തോളം കാലം നമ്മൾ സ്വർഗത്തിൽ പോവുകയില്ല. ഇത് തമാശ പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിലെത്തണമെന്നതാണ്. സ്വർഗം കടക്കാൻ തടസ്സമായി നിൽക്കുന്നത് അയൽവാസികളെ നമ്മൾ പ്രയാസപ്പെടുത്തലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മല്ലാ യഅ്മനു ജാറുഹു ബവാഇകഹു, അയൽവാസികൾ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതരാകുന്നത് വരെ നമ്മൾ സ്വർഗത്തിൽ കടക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എന്റെ അയൽവാസി എന്റെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനാകുന്നത് വരെ ഞാൻ സ്വർഗത്ത് കടക്കൂല. എത്ര മനോഹരമാണ് ഈ മതം, ഈ ആദർശം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം. ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, ഒരാൾ വിശ്വാസിയാവുകയില്ല. സഹാബിമാർ ചോദിച്ചു, മന്നിയാ റസൂലല്ലാഹ്, ആരാണ് നബിയെ വിശ്വാസിയാകാത്തത്? ആരുടെ വിശ്വാസമാണ് നബിയെ പൂർണ്ണമാകാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇകഹു, അയൽവാസികൾ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതരാകാത്തിടത്തോളം കാലം അവൻ വിശ്വാസം പൂർണ്ണമാകാത്തവനാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ വിശ്വാസം പൂർണ്ണമാണോ? നമ്മൾ സ്വർഗത്തിൽ പോകുന്നവരുടെ ക്വാളിറ്റിയും പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളവരാണോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അയൽവാസികൾ ഉപദ്രവിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഫുലാന, ഒരു സഹോദരി, തഖൂമുൽ ലൈൽ, അവൾ രാത്രി നിസ്കരിക്കുന്നവരാണ്, വതസൂമുൻ നഹാർ, പകല് നോമ്പെടുക്കുന്ന ഒരു സഹോദരിയാണ്, വതഫ്അലു വതതസദ്ദഖു, ഒരുപാട് സദഖ കൊടുക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു സഹോദരിയാണ്. അവരെ പറ്റി നബിയെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് ചെറിയൊരു ന്യൂനതയുണ്ട്. അതെന്താണ്? വതുദി ജീറാനഹ ബിലിസാനിഹ, അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കും. ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു സഹോദരി, അവർ ചെയ്യുന്ന ഒരു തിന്മ എന്താണ്? നാവ് കൊണ്ട് തന്റെ അയൽവാസിയെ ഉപദ്രവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ലാ ഖൈറ ഫീഹാ മിൻ അഹ്ലിന്നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകക്കാരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവൾ ചെയ്യുന്ന ഒന്നിലും ഒരു നന്മയുമില്ല, അവൾ നരകക്കാരിയാണ്. കാരണം എന്താണ്? അവൾ അയൽവാസിയെ ഉപദ്രവിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ. റക്കസ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസികളോടുള്ള കടമകളും ബാധ്യതകളും പഠിപ്പിക്കുന്നത് കേട്ട് കേട്ട് കേട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ ലന്ന നബിയ അന്നഹു സയുവരിസുൽ ജാറ മിൻ ജാരി. അയൽവാസികൾക്ക് നമ്മുടെ സ്വത്തിന്റെ ഒരു ഓഹരി അനന്തരമായി കൊടുക്കേണ്ടി വരുമോ എന്നുവരെ ഞാൻ ചിന്തിച്ചുപോയി. അത്ര ബാധ്യതകളുണ്ട് അയൽവാസികളോട് നമുക്ക് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽവാസികൾ, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവർക്കർഹിക്കുന്ന പരിഗണനകൾ നമ്മൾ കൊടുക്കണം. അവരെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരുടെ വിഷമങ്ങൾ നമ്മൾ അറിയണം, അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ പങ്കുചേരണം. എല്ലാ നന്മകളിലും അവർ നമ്മളോടൊപ്പം ഉണ്ടാകണം, അവരോടൊപ്പം നമ്മളും ഉണ്ടാകണം. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അയൽവാസികൾ എന്ന് പറയുമ്പോൾ അവരാരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അഹ്സിൻ ഇലാ ജാരിക് വലാ തുഅ്ദി. നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങളുടെ നന്മ ചെയ്യണം, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. കാന യഹൂദിയൻ ഔ നസ്റാനിയൻ, അവനേതു മതക്കാരനാണെങ്കിലും, അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അവൻ ജൂതനാണെങ്കിലും, അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും, അവൻ ഏത് മതക്കാരനാണെങ്കിലും അയൽവാസിയെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന മതത്തിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. എങ്ങനെയാണ് ഇസ്ലാം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മതത്തിന്റെ അനുയായികളായി മാറുന്നത്? അറിവില്ലായ്മയാണ് ഈ കുപ്രചരണത്തിന്റെ പിന്നിലെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്നഹു ദബഹ ഷാത്തൻ, ഒരിക്കൽ ആടിനെ അറുത്തു. ഉടനെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഹ്ദൈതും ലിജാരി അൽ യഹൂദി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പിതാവ് ചോദിക്കുന്നുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല, നമ്മുടെ അയൽവാസിയായ ജൂതന് നമ്മൾ അറുത്ത ആടിൽ നിന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫഇന്നി സമിഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ ലനൻതു അന്നഹു സയുവരിസു. അയൽവാസികളോടുള്ള ബാധ്യതകൾ പഠിപ്പിച്ച് അയൽവാസികൾക്ക് നമ്മുടെ സ്വത്തിന്റെ ഓഹരി അനന്തരമായി കൊടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നത് വരേക്കും ഞാൻ അയൽവാസികളോടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയൽവാസികൾ ആരാണെങ്കിലും അവരെ നമ്മൾ പരിഗണിക്കണം. ജൂതനായ അയൽവാസിക്ക് വീട്ടിലറുത്ത ആടിന്റെ ഭാഗം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉലമാക്കൾ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയൽവാസികൾ 3 രൂപത്തിലാണുള്ളത്. ഒന്ന്, 3 ബാധ്യതകളുടെ അയൽവാസികളുണ്ട്, 3 കടമകളുള്ള അയൽവാസികളുണ്ട്. അതാരാണ്? ഒന്ന്, അൽ ജാറുൽ മുസ്ലിം ദുർറഹിം, കുടുംബ ബന്ധമുള്ള മുസ്ലിമായ അയൽവാസി. അവരോട് നമുക്ക് 3 ബാധ്യതകളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, അയൽപക്ക ബാധ്യതയുണ്ട്. 2, ഇസ്ലാമിന്റെ ബാധ്യതയുണ്ട്. 3, കുടുംബ ബന്ധത്തിന്റെ ബാധ്യതയുണ്ട്. രണ്ടാമത്തത് വഅമ്മല്ലദീ ലഹു ഹഖ്കാൻ, 2 ബാധ്യതകളുടെ അയൽവാസികളുണ്ട്. അവരാരാണ്? അവർ മുസ്ലിമായ അയൽവാസിയാണ്. അവർക്ക് അയൽപക്കത്തിന്റെ ബാധ്യതകളുണ്ട് അവരോട്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പേരിലുള്ള ബാധ്യതകളുണ്ട്. മൂന്നാമത്തത് വഅമ്മല്ലദീ ലഹു ഹഖ്കുൻ വാഹിദ്, ഒരൊറ്റ ബാധ്യതയുള്ള അയൽവാസികളുണ്ട്. അതാരാണ്? ഏതു മതക്കാരനാണെങ്കിലും അവർ അയൽവാസിയാണോ അവരെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മറക്കരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ നല്ലത് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. സഹാബിമാർ ചോദിച്ചു, എന്താണ് പ്രവാചകരെ വജബത്ത്? വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ അയൽവാസികൾ നമ്മളെ പറ്റി നല്ലത് പറയുമോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സ്വാലിഹീങ്ങളായ അയൽവാസികൾ നമ്മളെ പറ്റി നല്ലത് പറയുമോ? അങ്ങനെ പറയണം. അങ്ങനെ പറയുന്നിടത്താണ്
നമ്മൾ നല്ലവനാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നല്ലവനാണെന്ന് എങ്ങനെയാണ് പ്രവാചകരെ എനിക്ക് തിരിച്ചറിയുക? നിന്റെ അയൽവാസിയോട് ചോദിക്കുക. അയൽവാസി പറയുന്നു നീ നല്ലവനെന്ന്, എങ്കിൽ നീ മനസ്സിലാക്കുക നീ നല്ലത് ചെയ്യുന്നവനാണ്, നീ നന്മയുള്ളവനാണ് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽപക്ക ബന്ധമെന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിക്കാനുള്ള പ്രാർത്ഥനയാണ്, ഇസ്തിആദയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അയൽവാസികളുടെ ദുർഗുണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഇസ്തിആദയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് തുടർച്ചയായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ എല്ലാ നന്മകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ഒരു മുസ്ലിമായി മുവഹിദായി മരിക്കുന്നത് വരെ ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുഗുണമായി ജീവിതത്തെ ക്രമീകരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളിൽ എളുപ്പം നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب.